ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു 24 ട്രാവൽ. 24 ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേ ദിവസം ഉണ്ടാകും. അപ്പോൾ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മളൊരു ചെറിയൊരു വീഡിയോ ചെയ്തായിരുന്നു കേട്ടോ പെരുന്നാളിൻ്റെ തന്നെ. അപ്പോൾ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇരിക്കണ സമയമാണ്. അപ്പോൾ അതിന് മുമ്പ് കുറച്ചുണ്ട് എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇരിക്കണം. അപ്പോൾ കുട്ടികളെല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിരിക്കുന്ന വലിയ ആൾക്കാരൊക്കെ. അപ്പോൾ മുകളിലാണ് ഈ പാട്ടും ബഹളമൊക്കെ ആയിട്ട് തകർക്കണ്ട് ചേട്ടന്മാരെല്ലാവരും കൂടി. അപ്പോൾ നമ്മൾ അമ്മയും ചേച്ചിമാരെല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ അടിപൊളി ഫുഡ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഫുഡാണ്, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അടിപൊളിയാട്ടോ. അതല്ല ഈ വീഡിയോ കംപ്ലീറ്റ് തന്നെ പുതിയ കാണിച്ചു കൊടുക്കും. പിന്നെ തന്നതേ നല്ല ചുണ്ട് കറി വെച്ചിട്ടുണ്ടേ. ഇങ്ങനെ മതിയാ. ഗൈസ്, അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിച്ച് അമ്മാമ്മ കുറച്ച് നേരം വാരിയൊക്കെ തന്നിട്ട് എനിക്ക് ഫുഡൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഷൈൻ ചേച്ചിയുടെ സ്ഥലത്തേക്ക് നടക്കാൻ പോയിട്ടാ, പറമ്പിലേക്ക്. അടിപൊളി അടിപൊളി മധുരമുണ്ട്. കുഞ്ഞുകോവേ വേണ്ട ആപ്പിളിന്റെ ഗുണമെന്ന് പറയുന്നത് കാരണം പഴയ കാലത്തെ ആൾക്കാർക്ക് എനിക്ക് വേണ്ട. ഇത് കാശിനിട്ട് പഴുത്തതില്ല, കേൾക്കണം. ഒരെണ്ണമുണ്ട്. പക്ഷെ ഇപ്പൊ കഴിക്കണ്ട, കഴിക്കാൻ വേണ്ട. ചെത്തിപ്പഴം. ഇതിനെ നിങ്ങൾ എന്തോ പറയണേ? ഇവര് കന്യാകുമാരി. വേണ്ട, ഇവര് കന്യാകുമാരി. ചെത്തിപ്പഴം അതിലുണ്ട്. മാങ്ങ. ഇതാണ് ഗൈസ് പാറ. പാറ. ഇത് ഇവിടുന്ന് മണ്ണെടുത്തിട്ട് പോയി കഴിഞ്ഞാൽ അതായിരുന്നു റോഡ് ശരിക്കും. ഓ, കുറച്ചാളായിട്ടുള്ളത് ഇത്രയും താഴ്ത്തിട്ടു. കട്ടെ അവിടെ ആയിരുന്നു ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. പഴയ വീട്ടിൽ പോയി കാര്യം പറയണ്ടവാ. ചേട്ടൻ കണ്ടു കഴിഞ്ഞാ മാങ്ങ പൊട്ടിച്ചേ ഒരു കൈ കൊണ്ട് ഒരെണ്ണം പൊട്ടിച്ച രണ്ട് കൈ പൊട്ടിക്കാൻ പ്രോത്സാഹനം. ഇവിടെ ആളില്ലൊന്ന് കഴിഞ്ഞിട്ടൊന്നും ശരിക്കും കാട്ടുചെത്തി എന്ന് പറയുന്ന സംഭവം. അമ്മേ കറ. ഇതിനാണ് ഔഷധം. സീരിയസ് ആയിട്ടൊരു കല്ല്. കുറഞ്ഞ ചെറുവിൽ പാറകൾ ഇളക്കി കൊടുക്കും. തുള്ളി വിട്ടാ മതി. അത് അറിയാണ്ട് ചിലപ്പോ മാങ്ങ ചൊറിയണ്. മാങ്ങ കല്ലുകളൊക്കെ. അപ്പൊ എനിക്ക് തോന്നേ മോള് കല്ല് അടുത്ത് മാങ്ങ കിട്ടി നമുക്ക്. വേണ്ടടാ.
ഇതിലൊക്കെ ഇറങ്ങി ഫാമിൻ്റെ ഉള്ളിൽ കയറി ദൈവമേ വന്നുണ്ട് വിളിച്ചത്. ഞാനാണ് ചെരുപ്പിട്ടിട്ട് പിന്നെയും മാത്രം ഈ ബെൽറ്റും ഇല്ല, ബെൽറ്റിലാണ് പുള്ളിയോട്. ഞാനെന്ത് തിരിച്ചവിടെ നിന്ന് മുകളിൽ കയറി ബെൽറ്റ് എടുത്തിട്ടുണ്ടോ. ഞങ്ങൾ വേളാങ്കണ്ണി പോയി വാങ്ങുന്ന ഓർക്കണ്ട. അതല്ലേ ഞാൻ നേരത്തെ തന്നെ നല്ല മധുരം ഉണ്ടാ ചെത്തിക്കായ്ക്ക്. മാവ് തിന്നില്ലേ? തിന്നണ്ട, പഴയ കാലത്ത് തിന്നാൻ പറ്റൂല. മധുരമുള്ള സാധനം കളയാൻ തോന്നൂല. കൈ മാത്രം പിടിച്ചിട്ടേ മധുരം ഉണ്ടായിരുന്നു. അതാണ് അപ്പൂപ്പന്താടി. ഇതാണ് അപ്പൂപ്പന്താടി കഴിച്ചു. ഇവിടെ അപ്പൂപ്പന്താടിയുടെ മരമുണ്ട്. ഇത് മേലെ അപ്പൂപ്പന്താടി ഉണ്ടാവണം. അപ്പൂപ്പത്താടി ഇത് മേലതേ ആ വള്ളി പോലത്തെ സാധനമില്ലേ? ഓ എടാ ഈ പൂണ്ടായി കിടക്കുന്നത് ആ സാധനത്ത് മേലെ ഉണ്ടാവണേ. വരുന്നുണ്ട സമയമായി ഗൈസ്. മുമ്പ് ഞങ്ങളൊക്കെ കയറി വന്ന സ്ഥലമാണ്. ഇതിനപ്പുറം എവിടെ? ആ പൊക്കത്ത് പൊക്കം ചോദിച്ചോണ്ട് ഇവിടെ പോളിച്ചാന്റെ കടയില്ലേ അവിടെ കയറിച്ചാലും. അപ്പൊ നമ്മുടെ ഈവനിങ് വ്ലോഗ് ആണത് നടന്നുകൊണ്ടിരിക്കാണ്. ഇനി കുറച്ചിറങ്ങി കഴിയുമ്പോ ഞങ്ങൾ എല്ലാരും കൂടി ഓടും. അപ്പൊ അപ്പൊ നടക്കുന്നീ രസമുണ്ട്. കാശ് ചെലവാക്കി നമ്മൾ വയനാട് പോയി കാണണം. അപ്പൊ പെരുന്നാള് കഴിഞ്ഞ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ക്ഷീണിച്ചിരുന്ന സമയത്ത് പറമ്പിൽ പോയി. ചേച്ചിയുടെ പറമ്പിൽ പോയിട്ട് കുറച്ച് നനയ്ക്കാനൊക്കെ ഉണ്ടാവും. ചേച്ചിയും വാവയും കൂടി നനച്ച്. അപ്പൊ വന്ന വഴി കണ്ടാ നമ്മൾ വീടെത്താറായി. 1 കിലോമീറ്റർ മടത്തോളം വരും. അത് കഴിഞ്ഞിട്ട് വീണ്ടും 1 കിലോമീറ്റർ മടത്തോളം വരും. 2 കിലോമീറ്റർ നമ്മുടെ വീട്. അടിപൊളിട്ടാ. പിന്നെ നല്ല ചൂടായിരുന്നു ഉച്ചയ്ക്ക്. അത് കഴിഞ്ഞപ്പോ നടന്നു കഴിഞ്ഞപ്പോ റെഡിയായി. നല്ല അടിപൊളി കാറ്റൊക്കെ ഉണ്ട് ഇവിടെ. കാറ്റൊക്കെ കൊണ്ടിങ്ങനെ ഇവിടെ നടക്കാൻ പോകും. ഈ വഴി തന്നെ നടക്കാൻ പോകും. മഞ്ചാടിക്കുരു കറങ്ങി നമ്മൾ അടുത്ത വീട്ടിലെത്തിട്ടാ. അടുത്ത ചേച്ചിയുടെ വീട്ടിലെത്തി കാണുന്നത്. അപ്പൊ ഇവിടുത്തെ ഗാർഡനൊക്കെ ഇനി കാണാം. ഗാർഡൻ ഇത് സൂപ്പറല്ലേ? ഇതൊരു വെറൈറ്റി സാധനം. ഇതൊരു വെറൈറ്റി പ്ലാന്റിന്റെ തന്നെ ഒരു വെറൈറ്റി ഉണ്ട്. അതിനപ്പുറത്തുണ്ട്. അപ്പൊ നമ്മള് പറമ്പിലൊക്കെ പോയി ഒന്ന് നടന്നു റൗണ്ടൊക്കെ അടിച്ച് പോന്നിട്ടാ. നമ്മള് വീട്ടിലെത്തി അവിടെ വെള്ളം കുടിച്ച് റെസ്റ്റ് ചെയ്യണം അല്ലേ? റെസ്റ്റിങ്ങിലാണ്. ഇപ്പൊ വൈകിട്ട് ഒരു ഫുഡിങ് കൂടിയാണ്. ഓൾറെഡി ഈ പരിപാടി തിരിഞ്ഞു പെരുന്നാളിന്. പിന്നെ പള്ളിയിൽ നിന്നാണ് ആ വീടിന്റെ ഫ്രണ്ടിൽ അതേ അങ്ങോട്ട് നോക്കിയേ. അതാണ് വീട്. വീടിന്റെ ഫ്രണ്ടിലുള്ള പാടത്താണ് നമ്മൾ. പാടത്ത് അപ്പൊ നമ്മള് വീടിന്റെ അവിടെ ആ വീടിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ പാടം മൊത്തം കാണാം. അപ്പൊ നോക്കി അറ്റത്ത് കണ്ട കുറച്ച് ടീമുകളൊക്കെ വന്നിട്ട് ചില്ല് ചെയ്യണത് കണ്ടാ. ഫുഡൊക്കെ കഴിക്കണ്ട അവിടെ കേട്ടാ. അപ്പൊ നമ്മളിത് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതുണ്ട്.
സൺസെറ്റ് ഉണ്ടോ? ഇതാണ് നമ്മുടെ അവിടുത്തെ സൺസെറ്റ്. ആഹാ അടിപൊളി സൂപ്പർ. ഓക്കെ സീനറി വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് 2 ഫോട്ടോ എടുത്തു. നല്ല കാറ്റുണ്ട്, തണുത്ത കാറ്റുണ്ട്. ക്ഷീണുണ്ടായ പോലും ഇങ്ങനെ നടന്ന് ആണോ? അല്ല എന്തെന്നാ അതേ. അപ്പൊ ഇത് നമ്മുടെ അവിടുത്തെ പാടത്തേക്ക് വന്നേക്കാണ്. കണ്ട ഇഷ്ടംപോലെ കൊക്കൊക്കെ ഉണ്ട് കേട്ടോ. കൊക്ക് ഇതൊന്നും സൈബീരിയൻ കൊക്കല്ലേ ജി. ഇവിടെ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടാ. നമ്മള് അവിടെ നിന്ന് വലയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇട്ട് കഴിഞ്ഞാൽ ബ്രാല് അതുപോലെയുള്ള മീനുകളായി കഴിഞ്ഞിട്ട് വലയൊക്കെ കൊണ്ടുവന്ന് ഇട്ടണം അവിടെ പാടത്ത്. ഇത് വെള്ളം ഇങ്ങനെ കയറൂട്ടാ. അപ്പൊ നോക്കി ഇവിടെയൊക്കെ അത് ഉണങ്ങി കിടക്കാണ്. പിന്നെ ഇവിടെയൊക്കെ വെള്ളം വന്നിപ്പോ ഇനി ആമ്പലൊക്കെ സൂപ്പറാവും. ഗൈസ്, അപ്പം ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു ഡേ ആയിരുന്നു. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസം തന്നെയായിരുന്നു. അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിരുന്ന ദിവസം. അപ്പോൾ കുറേ നടന്ന് നിങ്ങൾ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നടന്ന ആവശ്യതയായിട്ടുണ്ട് ശരിക്കും. പിന്നെ പെരുന്നാളിൻ്റെ ക്ഷീണവും കാര്യങ്ങളും, ഫുഡ് കഴിച്ചിട്ടുള്ള നടത്തം, പിന്നെ ചൂട് കാര്യങ്ങളൊക്കെ കൊണ്ട് നല്ലോണം ടയേർഡായിരുന്നു. പക്ഷേ നടന്നു കഴിഞ്ഞപ്പോൾ ഒരു ഉഷാറൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞിട്ടാണ് നമ്മൾ പാടത്തേക്ക് ഇറങ്ങിയത് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചു പോകാൻ നേരത്ത് നമ്മളൊരു സംഭവം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടത് തിരിച്ചു പോകുന്ന സമയത്ത്. അപ്പോൾ ഇത് എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. ഏത് കിളിയുടെ ആണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ഓക്കെ ബൈ.